സോ ബേസിക്കലി DPSP എന്ന് വെച്ചാൽ എന്താണെന്നൊരു ഐഡിയ നമുക്ക് വേണം. നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട അടിസ്ഥാന ആദർശങ്ങൾ. അതായത് പാർലമെൻറ്റോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളോ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ആഡ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി ഒരു ഐഡിയ ആണ് നമുക്ക് DPSPയിൽ നിന്ന് കിട്ടുന്നത്. സോ ബേസിക്കലി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് ഇത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ടതുണ്ടോ എന്നാണ്. സോ ഭരണഘടനയുടെ പാർട്ട് 4-ൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗത്താണ് DPSPയെ പറ്റി പറയുന്നത്. ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ അയർലൻഡ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്താണ് നമ്മുടെ ഭരണഘടനയിൽ ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസൈബിൾ ആണ്. അതായത് DPSP നടപ്പാക്കാൻ വേണ്ടി നമുക്ക് ഒരിക്കലും കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തായാലും കോടതിയെ സമീപിക്കാം. പക്ഷേ DPSPക്ക് വേണ്ടി DPSP അവിടെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ DPSP നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. DPSPനെ ഗാന്ധിയൻ തത്വങ്ങൾ, സോഷ്യലിസ്റ്റ്, പിന്നെ ലിബറൽ തത്വങ്ങൾ എന്ന് പറഞ്ഞ് 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ എളുപ്പത്തിന് ഏതൊക്കെയോ ബുക്സിൽ ക്ലാസിഫൈ ചെയ്താണ്, ഭരണഘടനയിൽ ഒരിക്കലും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. DPSPയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലത് മാത്രം നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 37-ലാണ് നോൺ ജസ്റ്റിസൈബിൾ ആണെന്നുള്ള പോയിന്റ് പറയുന്നത്. ദെൻ 39 ക്ലോസ് ഡിയിൽ തുല്യ ജോലിക്ക് തുല്യവേതനം. ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 പാർലമെൻറ്റ് പാസ്സാക്കിയത്. ദെൻ ആർട്ടിക്കിൾ 39A-യിലാണ് ഫ്രീ ലീഗൽ എയ്ഡിനെ പറ്റി പറയുന്നു, സൗജന്യ നിയമസഹായം. ഇതിനുവേണ്ടി നമുക്കിവിടെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, അതും ഒരു ആക്ട് വഴി സ്ഥാപിക്കപ്പെട്ടതാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ദെൻ 46-ൽ പട്ടികജാതി, പട്ടികവർഗ, ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനെ പറ്റി പറയുന്നു. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, അത് ഏത് ആർട്ടിക്കിളാണെന്ന്. ആർട്ടിക്കിൾ 40-ലാണ് ഗ്രാമപഞ്ചായത്തുകളെ പറ്റി പറയുന്നത്. ദെൻ 41-ൽ ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, 43-ൽ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി, ദെൻ 43A-യിലാണ് വ്യവസായശാലകളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം എന്ന് പറയുന്നത്. 43B-യിൽ സഹകരണ സംഘങ്ങളുടെ രൂപീകരണം, ഇത് വളരെ പുതിയതായിട്ട് വന്നതാണ്. 2011-ലെ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി വന്നതാണ് 43B. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങളുടെ രൂപീകരണം. ഇനി 44-ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിഫോം സിവിൽ കോഡ്, മിക്ക എക്സാമിനും ചോദിക്കാറുള്ളതാണ്. ആർട്ടിക്കിൾ 45-ൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശൈശവ സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണം എന്ന് പറയുന്നു. ദെൻ ആർട്ടിക്കിൾ 47-ൽ മദ്യനിരോധനം, പൊതുജനാരോഗ്യം മുതലായ കാര്യങ്ങളെ പറ്റി പറയുന്നു. ഇനി പരിസ്ഥിതിയോ അല്ലെങ്കിൽ സംസ്കാരമൊക്കെ ആയിട്ട് റിലേറ്റ് ആയ എന്തെങ്കിലും കാര്യങ്ങൾ DPSPയിൽ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ട്. ആർട്ടിക്കിൾ 48-ൽ ഗോവധ നിരോധനം, കന്നുകാലി പരിപാലനം, ദെൻ 48A-ൽ പരിസ്ഥിതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം. അതുപോലെ 49-ൽ പറയുന്നു ദേശീയ ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവയുടെ സംരക്ഷണം. ദെൻ അടുത്തത് ആർട്ടിക്കിൾ 50-ആണ്. 50-ൽ ആണ് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം, അതായത് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും സെപ്പറേറ്റ് ആയിരിക്കണം. ദെൻ ആർട്ടിക്കിൾ 51-ലാണ് അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കൽ എന്ന കാര്യത്തെപ്പറ്റി പറയുന്നത്. ഇനി ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് അനുസരിച്ച് ഡിഗ്രി ലെവൽ എക്സാംസിലെല്ലാം കേസ് ലോസ് ചോദിക്കുന്നതാണ്. സോ DPSPയുടെ അടിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസാണ് ചെമ്പകദൊരൈരാജൻ കേസ് 1951. നിർദ്ദേശക തത്വങ്ങളും മൗലികാവകാശങ്ങളും സംഘർഷം ഉണ്ടാകുമ്പോൾ മൗലികാവകാശങ്ങൾക്കായിരിക്കും മുൻതൂക്കം എന്നാണ് ഈ കേസിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞ് ഗോലക്നാഥ് കേസാണ്. അതായത് DPSP നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൗലികാവകാശങ്ങളെ ഒരിക്കലും ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ച കേസാണ് ഗോലക്നാഥ് കേസ്. ഇത് കൂടാതെ ഇനിയും കേസുകൾ ഉണ്ടാവും, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 കേസുകളാണ് ചെമ്പകദൊരൈരാജൻ കേസും ഗോലക്നാഥ് കേസും. DPSP ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വയ്ക്കുക. സോ DPSP എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഓർക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്താണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. സ്റ്റേറ്റ് പോളിസീസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ്, അതാണ് ഈ DPSP. ദെൻ ഇത് കോടതിയിലൂടെ നടപ്പിലാക്കാൻ കഴിയില്ല. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ ആശയങ്ങളുടെ ഒരു മിക്സാണ്. അങ്ങനെ ഒരു മിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പാർട്ടിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് DPSP ആണ്. സോഷ്യോ എക്കണോമിക് വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് എന്നൊരു ഐഡിയ പറയുന്നത് ഏത് ഭാഗത്താണ്, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ഭാഗത്താണ്, അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം, അത് DPSP ആണ്.